ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ റോസ്റ്റാണ്. അതിന് വേണ്ടിയിട്ട് 2.5 കിലോ ചിക്കൻ എടുക്കുന്നു. അതിലോട്ട് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടുന്നു, പിന്നെ പച്ചമുളക് അരച്ചതിടുന്നു, പിന്നെ അതിലോട്ട് കുറച്ച് മസാലപ്പൊടി ഇടുന്നുണ്ട്, പിന്നെ മുളക് പൊടി 1 ടേബിൾ സ്പൂണോളം ഇടുന്നുണ്ട്, പിന്നെ അതിലോട്ട് കുറച്ച് പെരുംജീരകപ്പൊടി ഇടുന്നു, എന്നിട്ട് അതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ഇടുന്നു. എന്നിട്ട് അവയെല്ലാം കൂടി ഒന്ന് നല്ല രീതിക്ക് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് അതെല്ലാം ചിക്കനെല്ലാം തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിന് വേണ്ടി ആവശ്യം കുറച്ചധികം തന്നെ വെളുത്തുള്ളി വേണം. ഞാൻ ഒരു വലിയ വെളുത്തുള്ളി അത് മൊത്തം എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 5-6 സവോള, പിന്നെ 3 പച്ചമുളക്, 2 തക്കാളി, പിന്നെ ജിഞ്ചർ, അതെല്ലാം വേണം. എന്നിട്ട് ഒരു പാൻ വെച്ച് ചൂടാക്കി അതിലോട്ട് കുറച്ച് എണ്ണ ഊറ്റി ഈ സവോള എല്ലാം തന്നെ നമുക്കൊന്ന് വരട്ടിയെടുക്കാം. എന്നിട്ട് അതിലോട്ട് നമുക്ക് കുറച്ച് തക്കാളിയും നമ്മുടെ പച്ചമുളകും ഉപ്പും എല്ലാം ഇട്ടൊന്ന് നല്ല രീതിക്ക് ഇത് വരട്ടിയെടുക്കണം. ഞാൻ വീണ്ടും പറയുകയാണ്, ഈ സവോള വരട്ടുന്ന സമയത്ത് അതിലോട്ട് ഉപ്പ് ആഡ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ സവോള എല്ലാം വരണ്ട് കിട്ടും. എന്നിട്ട് അതിലോട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എല്ലാം ഇട്ട് നമുക്ക് നല്ല രീതിക്കൊന്ന് വരട്ടിയെടുക്കണം. എന്നിട്ട് ഇത്രയും വരണ്ട് വരുന്ന ഈ സമയത്താണ് നമുക്ക് ഇതിലോട്ട് ക്യാപ്സിക്കൻ ആഡ് ചെയ്യേണ്ടത്. ക്യാപ്സിക്കൻ നമ്മൾ ആദ്യമേ ആഡ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല, കാരണം വെച്ചാൽ ഇതിന് ക്യാപ്സിക്കൻ അധികം വേവില്ലല്ലോ. അപ്പം ഈ സവോളയും എല്ലാം നല്ല രീതിയിൽ വെന്ത് വരണ്ട് വരുന്ന ഈ ടൈമിൽ നമുക്ക് ഇതിലോട്ട് ക്യാപ്സിക്കൻ ആഡ് ചെയ്താൽ മതി. ഇനി നമുക്ക് ഇതിലോട്ട് പൊടികൾ ചേർക്കാം. ഇതിന് അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാല, പിന്നെ ഒരു ടേബിൾ സ്പൂണോളം മുളക് പൊടി, പിന്നെ വലിയ ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂണോളം ചേർക്കുന്നുണ്ട്. അതിനുശേഷം ഇതിൽ 1 ടേബിൾ സ്പൂണോളം മസാലപ്പൊടി ചേർക്കുന്നുണ്ട്, ചിക്കൻ മസാലപ്പൊടി. പിന്നെ ഇതിലോട്ട് ചിക്കൻ റോസ്റ്റാണ് നമുക്ക് ആവശ്യത്തിന്, ഇതിൽ അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല. പിന്നെ കുറച്ച് വെള്ളം ഊറ്റാം. ഈ മസാല എല്ലാം ഒന്ന് പിടിച്ചിതായി വരാൻ വേണ്ടിയിട്ട് ഒരു 1.5 ഗ്ലാസ് വെള്ളം ഇതിലോട്ട് ചേർക്കേണ്ടതാണ് ഈ കറിയിലോട്ട്. എന്നിട്ട് ഈ വെള്ളമെല്ലാം നല്ല ചേർത്തിട്ട് നല്ല രീതിക്ക് ഇതെല്ലാം ഒന്ന് ഇളക്കി ഒന്ന് പരുവാക്കി എടുക്കണം. എന്നിട്ട് ഇതൊരു 10 മിനിറ്റോളം അടച്ചു വെച്ച് വേവിക്കുമ്പോഴത്തേക്കിന് ഈ വെള്ളമെല്ലാം പറ്റി നല്ല മസാല ഇട്ടൊന്ന് ഇതായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് നേരത്തെ വറുത്ത് വെച്ചിട്ട് ചിക്കൻ എല്ലാം ചേർത്ത് കൊടുക്കാം. ചിക്കൻ എല്ലാം ചേർത്തിട്ട് നല്ല രീതിക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഈ മസാല എല്ലാം തന്നെ ഈ ചിക്കനിൽ പിടിക്കണം, ആ രീതിക്ക് ഇളക്കണം. അതിന് ഈ മസാല എല്ലാം പെട്ടെന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളിതിൽ ആദ്യമേ കുറച്ച് വെള്ളം ചേർക്കുന്നത്. അതാകുമ്പോൾ പെട്ടെന്ന് ഈ ചിക്കനിലോട്ട് മസാല എല്ലാം പിടിച്ച് നമുക്ക് കിട്ടും. അപ്പോൾ ഇത് കുറച്ച് നേരം ഒന്ന് കൈയെടുക്കാതെ ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് ഇത് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് ഇതിലോട്ട് നമുക്ക് ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കാം. ടൊമാറ്റോ കെച്ചപ്പ് ചേർക്കുമ്പോൾ കറിക്ക് എക്സ്ട്രാ ടേസ്റ്റ് കൂടും, നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ടൊമാറ്റോ കെച്ചപ്പ് ചേർക്കുന്നത്. തക്കാളി ഓൾറെഡി ചേർക്കുന്നുണ്ട്, അല്ലാതെ നമുക്ക് ടൊമാറ്റോ കെച്ചപ്പ് ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടും. എന്നിട്ട് ഇവയെല്ലാം ഒന്ന് കുറച്ച് നേരമായിട്ട് ഇളക്കി കൈയെടുക്കാതെ കുറേ നേരം ഇത് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഇതിലൊരു എണ്ണ തെളിഞ്ഞ് വരുന്ന സമയമാകുമ്പോൾ ഇതിലോട്ട് നമുക്ക് കറിവേപ്പില എല്ലാം ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലോട്ട് സെർവ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ് ചെയ്യുക.